Okay, today we are going to learn about Kohlrausch's law. Kohlrausch's law is generally explained as Kohlrausch's law of independent migrations of ions. Generally പറയുന്നത് Kohlrausch's law of independent migration of ions. Okay, it can be stated as at infinite dilution when the dissociation of the electrolyte is complete and all interionic effect disappear, each ion migrates independently of its co-ion and makes a definite contribution towards the total molar conductance of the electrolyte irrespective of the nature of the co-ion present. ഒരു ലെങ്തി ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണല്ലേ. നമുക്ക് ഓരോ സെന്റൻസ് ബൈ സെന്റൻസ് നോക്കാം. അറ്റ് ഇൻഫൈനൈറ്റ് ഡയല്യൂഷൻ മാക്സിമം ആയിരിക്കുന്ന സമയത്ത് ഇലക്ട്രോലൈറ്റിന്റെ ഡിസോസിയേഷൻ എന്തായിരിക്കും? കംപ്ലീറ്റ് ആയിരിക്കും. ഇലക്ട്രോലൈറ്റ് മുഴുവനായിട്ടും അതിന്റെ കറസ്പോണ്ടിങ് അയോൺസ് ആയിട്ട് മാറിയിരിക്കുന്ന ഇൻഫൈനൈറ്റ് ഡയല്യൂഷൻ സ്റ്റേറ്റില് ഇവ തമ്മിലുള്ള ഓരോ അയോൺസും തമ്മിലുള്ള ഇന്റർഅയോണിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഒന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് ഇതാണ് പറയുന്നത് അറ്റ് ഇൻഫിനിറ്റ് ഡയല്യൂഷൻ when the dissociation of electrolyte is completely dissociated ആയിട്ടിരിക്കുന്ന സമയത്ത് and all interionic effects disappear, എല്ലാ interionic attractionsഉം ഇല്ലാതിരിക്കുന്ന സമയത്ത് each ion migrates independently. Sodium chloride migrates independently of its co-ion. Chlorine minusനെ നോക്കാതെ സോഡിയം ക്ലോറൈഡ് ഇൻഡിപെൻഡന്റ് ആയിട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നു. അതുപോലെ Cl മൈനസ് ഇൻഡിപെൻഡന്റ് ആയിട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നു. സോഡിയം പ്ലസ് ഇൻഡിപെൻഡന്റ് ആയിട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നു. Cl മൈനസ് ഇൻഡിപെൻഡന്റ് ആയിട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നു. ഒരു അയോൺസും പരസ്പരമുള്ള ബാക്കിയുള്ള ഒരു അയോൺസിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇൻഡിപെൻഡന്റ് മൈഗ്രേഷൻ നടക്കുന്നു. ആൻഡ് makes a definite contribution towards the total molar conductance of electrolyte. ആ ഇൻഫിനിറ്റ് ഡയല്യൂഷനിലുള്ള ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടൻസിലോട്ട് ഓരോ അയോൺസും അതിൻ്റെതായ മറ്റുള്ളതിന് ഡിപ്പെൻഡ് ചെയ്യാത്ത ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നുണ്ട്, ഒരു കണ്ടക്ടൻസ് കൊടുക്കുന്നുണ്ട്. Each ion contribute a definite conductance or definite contribution towards the limiting molar conductivity irrespective of the co-ion present. ഏത് അയൺ ആണോ അവിടെ പ്രസന്റ് അടുത്തുള്ള അയോൺ ഒന്നും അത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓരോ അയോണും ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ ഇൻഫിനൈറ്റ് ഡയല്യൂഷനില് ഡിസോസിയേഷൻ മാക്സിമം ആയിരിക്കുന്ന സമയത്ത് യാതൊരു ഇന്റർഅയോണിക് ഫോഴ്സസ് ഓഫ് അട്രാക്ഷനും ഇല്ലാത്ത സമയത്ത് ഓരോ അയോണും ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു കണ്ടക്ടൻസ് ടോട്ടൽ കണ്ടക്ടിവിറ്റിക്ക് മോളാർ കണ്ടക്ടിവിറ്റിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ദിസ് ഈസ് ദ Kohlrausch's law. അല്ലെങ്കിൽ നമുക്ക് പറയാം ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ ഇൻഫൈനൈറ്റ് ഡയല്യൂഷനിലുള്ള ഒരു ഇലക്ട്രോലൈറ്റിന്റെ കണ്ടക്ടിവിറ്റിനെ ഞാൻ ലാംഡ M0 ഇൻഫൈനൈറ്റ് ഡയല്യൂഷനിലുള്ള ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് സോഡിയം ക്ലോറൈഡ് NaCl എന്ന് ഞാൻ എഴുതുകയാണ്. ഈസ് ദ സം ഓഫ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റീസ് ഓഫ് കറസ്പോണ്ടിങ് അയോൺസ്. അതായത് ചെറിയ ലാംഡ 0 എന്ന് പറയുന്നത് ഓരോ അയോണിനെ എടുത്തെഴുതുന്നത് കൊണ്ടുള്ളതാണ്. Na+ന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി പ്ലസ് Cl മൈനസിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ആയിരിക്കും ടോട്ടൽ സോഡിയം ക്ലോറൈഡ് ഇലക്ട്രോലൈറ്റ്സിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. അറ്റ് ഇൻഫിനൈറ്റ് ഡയല്യൂഷൻ ദി ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ഇലക്ട്രോലൈറ്റ്സ് ഈസ് ഈക്വൽ ടു ദ കറസ്പോണ്ടിങ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ദ അയോൺസ് പ്രസന്റ് ഇൻ ഇറ്റ്. അതിന്റെ ഓരോ അയോൺസിന്റെയും കണ്ടക്ടിവിറ്റിന്റെ സം ആയിരിക്കും ടോട്ടൽ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, AXBY എന്ന് എഴുതാവുന്ന ഒരു ഇലക്ട്രോലൈറ്റ് അതിന്റെ കണ്ടക്ടിവിറ്റി പറയുന്നത് ലാംഡ 0m, that is limiting molar conductivity of AXBY can be represented as
x into lambda plus conductivity of cation plus y into lambda minus conductivity of anion എന്ന് പറയാം. സോറി, പ്ലസ് ഇവിടെയല്ല, ഇവിടെ ഇടണം, മൈനസും ഇവിടെ ഇടണം. അപ്പൊ limiting molar conductivity of the electrolyte is the x into conductivity of limiting molar conductivity of cation and y into limiting molar conductivity of anion. അതൊരു എക്സാമ്പിൾ വെച്ച് എഴുതുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പൊ സോഡിയം ക്ലോറൈഡിന്റെ ഞാൻ ഓൾറെഡി എഴുതി, ഇങ്ങനെയാണ് എഴുതുക. ഇനി Al2SO4 thrice എന്ന് പറയുന്ന ഇലക്ട്രോലൈറ്റ്, അതിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എങ്ങനെ എഴുതാം? ലാംഡ 0m of Al2SO4 thrice can be written as 2 into lambda 0m of Al3 plus, right? അതിന്റെ വാലൻസി 3 ആണ്. 3 plus 3 into lambda 0m of SO4 2 minus, right? അതിന്റെ വാലൻസി 2 ആണ്. ഈ ഒരു രീതിയിലാണ് നമ്മൾ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എഴുതുക. ഓക്കെ, ദിസ് ഈസ് ദ Kohlrausch's law. Okay, moving on to the applications of Kohlrausch's law. Application. What are the applications of Kohlrausch's law? First one is calculating the limiting molar conductivity of weak electrolytes. Calculating the limiting molar conductivity of weak electrolytes. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു, ആ ഒരു ഗ്രാഫിൽ നിന്ന് തന്നെ പഠിച്ചായിരുന്നു. സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി മെഷർ ചെയ്യാൻ വേണ്ടി എളുപ്പമാണ്. ആ ഗ്രാഫ് ഒന്ന് എക്സ്ട്രാപോളേറ്റ് ചെയ്താൽ മതി. കാരണം സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സിന്റെ ഗ്രാഫ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് സ്ട്രെയിറ്റ് ലൈൻ പോലത്തെ ഗ്രാഫാണ്. ബട്ട് ഫോർ എ വീക്ക് ഇലക്ട്രോലൈറ്റ് ഗ്രാഫ് എന്ന് പറയുന്നത് ഒരു കർവ്ഡ് ഗ്രാഫാണ്. അതുകൊണ്ട് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി എക്സ്ട്രാ ഗ്രാഫ് എക്സ്ട്രാപോളേറ്റ് ചെയ്താൽ കിട്ടത്തില്ല. പകരം നമ്മൾ യൂസ് ചെയ്യുന്നതാണ് Kohlrausch's law. Kohlrausch's law can be used for finding limiting molar conductivity of weak electrolyte. Now we are going to consider acetic acid. Acetic acid is also a weak electrolyte. Therefore, we have to find out the limiting molar conductivity of acetic acid. Okay. എങ്ങനെയാണ് ഇതിന്റെ ഡിസോസിയേഷൻ നടക്കുക? It may be represented as limiting molar conductivity of CH3COO minus plus limiting molar conductivity of H plus. അല്ലേ? ഇത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് അസറ്റിക് ആസിഡ് കിട്ടും. In order to find out the limiting molar conductivity of CH3COO minus and limiting molar conductivity of H plus, we have to consider another strong electrolytes. നമുക്കറിയാം സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഗ്രാഫിൽ നിന്ന് തന്നെ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. Therefore, ഈ ഒരു ഇലക്ട്രോലൈറ്റ്സിന്റെ അയോൺസിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ വേറെ കുറച്ച് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ് എടുക്കുകയാണ്. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ് എടുക്കുന്ന ഒരു സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം, ആ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സില് ഇവരുടെ ഈ ഒരു അയോൺസ് ഉണ്ടാവണം. CH3CO മൈനസും H പ്ലസും ഉണ്ടായിരിക്കണം. Now I am considering a strong electrolyte CH3COO Na. ഇതൊരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ് ആണ്. ഇറ്റ് വിൽ സ്പ്ലിറ്റ് as lambda 0m CH3COO minus plus lambda 0m Na plus. ഓക്കെ, നമുക്ക് ഈ ഒരു അയോൺ കിട്ടി. ബട്ട് അഡീഷണൽ ആയിട്ട് ഇവിടെ ഒരു Na പ്ലസ് വന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഈ ഒരു അയോൺ കിട്ടി. ഇനി നമ്മൾ അടുത്ത സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് കൺസിഡർ ചെയ്യാണ്. H പ്ലസ് വേണ്ടേ നമുക്ക്, അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് കൺസിഡർ ചെയ്യാണ് HCl. ഒരു സ്ട്രോങ്
സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണ്. അതെങ്ങനെയാണ് നടക്കുക? ലാംഡ 0m H പ്ലസ് പ്ലസ് ലാംഡ 0m Cl മൈനസ്. നമുക്ക് CH3COO മൈനസും H പ്ലസും മാത്രം മതി. ഇവിടെ രണ്ട് സാധനങ്ങൾ എക്സ്ട്രാ വന്നിട്ടുണ്ട്. In order to NaCl അല്ലേ എക്സ്ട്രാ വന്നിരിക്കുന്നത്. In order to remove that, we are again considering another strong electrolyte, sodium chloride, that is lambda 0m Na plus plus lambda 0m Cl minus. ഈ 3 equation consider ചെയ്യുന്ന സമയത്ത് in order to get this equation we have to add the first equation and second equation, and third equation should be subtracted from this two. അതായത് lambda 0m CH3COO Na plus lambda 0m HCl. ഈ രണ്ട് ഇക്വേഷൻ തമ്മിൽ ആഡ് ചെയ്തിട്ട് third one is subtracted, that is lambda 0m NaCl subtracted. That means Na plus and Na plus cancelled and Cl minus cancelled. And final equation എന്ന് പറയുന്നത് lambda 0m CH3COO Na plus lambda 0m HCl minus lambda 0m NaCl ആണ് നമ്മളിപ്പോ കൺസിഡർ ചെയ്തത്. അപ്പൊ കിട്ടിയ നമ്മള് ക്യാൻസൽ ഒക്കെ ചെയ്ത് ലാസ്റ്റ് കിട്ടിയിരിക്കുന്നത് lambda 0m CH3COO minus plus lambda 0m H plus. അതായത് നമുക്ക് ഫസ്റ്റ് കിട്ടിയിരുന്ന അതേ ഇക്വേഷൻ തന്നെയാണ് കിട്ടുന്നത്. Therefore നമുക്ക് പറയാം ഈ മൂന്ന് സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ CH3COO Na HCl and NaCl ന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിച്ചതിന് ശേഷം CH3COO Na plus HCl ചെയ്തിട്ട് അതിന് സോഡിയം ക്ലോറൈഡിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി മൈനസ് ചെയ്താൽ നമുക്ക് ഏതിന്റെ കിട്ടും? അസിറ്റിക് ആസിഡിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കിട്ടും. ഒരു വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ കണ്ടക്ടിവിറ്റി കിട്ടും from adding two strong electrolytes and subtracting a strong electrolytes which is common to this. അല്ലെ, ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്, രണ്ട് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് തമ്മിൽ ആഡ് ചെയ്ത് വേറൊരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് കുറച്ച് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് എന്ത് കിട്ടി? ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ്സ് കിട്ടി. ഓക്കെ, moving on to the another example. ഇതിന് തന്നെ വേറൊരു എക്സാമ്പിൾ എഴുതാൻ പറയുകയാണെങ്കിൽ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് NH4Cl which is a weak electrolyte. ഏതൊക്കെ തമ്മിൽ ആഡ് ചെയ്താൽ മതിയാവും? സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ഏതൊക്കെ എടുക്കണം? lambda 0m NH4OH ആണ് weak electrolyte. This is a weak electrolyte. Then we have to consider strong electrolyte, three strong electrolyte. First one is NH4Cl that furnishes NH4 plus ion plus. Second one is it should have OH minus ion, therefore lambda 0m NaOH. Then we have to eliminate Na and Cl, therefore we are considering by subtracting lambda 0m NaCl. Okay, by knowing the limiting molar conductivities of ammonium chloride, sodium hydroxide and sodium chloride, we can determine the limiting molar conductivity of ammonium hydroxide. This is the first applications of Kohlrausch's law, that is
we can find out the limiting molar conductivity of weak electrolytes using Kohlrausch's law. And another method, another application of Kohlrausch's law is calculation of degree of dissociation of weak electrolyte. We can calculate degree of dissociation of weak electrolyte. What is degree of dissociation of weak electrolyte? Last class നമ്മൾ weak electrolyte ന്റെ degree of dissociation കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു equation പഠിച്ചിട്ടുണ്ടായിരുന്നു. Degree of dissociation of weak electrolyte can be represented as alpha, that is equal to lambda Cm divided by lambda 0m. And you know that lambda Cm is the molar conductivity at a concentration. Lambda 0m is the molar conductivity at infinite dilution. Molar conductivity at any concentration can be directly experimentally determined. Okay, അത് നമുക്ക് എക്സ്പെരിമെന്റലി ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി പറ്റും. വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ ആണെങ്കിലും സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ ആണെങ്കിലും മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് എനി പെർട്ടിക്കുലർ കോൺസെൻട്രേഷൻ ക്യാൻ ബി experimentally determined, and lambda 0m can be determined using this technique. നമ്മൾ ആദ്യം പഠിച്ച ഫസ്റ്റ് ആപ്ലിക്കേഷനിൽ പഠിച്ച ടെക്നിക് അനുസരിച്ച് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. thereby determine degree of dissociation of weak electrolyte easily. Okay, നമുക്ക് degree of dissociation of weak electrolytes കണ്ടുപിടിക്കാൻ പറ്റും. that was the second application of Kohlrausch's law. Moving on to the third application, determination of solubilities and solubility product. Determination of solubilities and solubility product. Okay, we know that conductivity K is equal to conductance into cell constant. നമുക്കറിയാവുന്നതാണ് that ഈ സെൽ കോൺസ്റ്റന്റിനെ ഞാൻ L by A എന്നുള്ളത് മാറ്റിയിട്ട് G star വെച്ച് റീപ്ലേസ് ചെയ്യുന്നു. Therefore conductivity K is equal to conductance into cell constant. And molar conductivity lambda m is equal to K into 1000 divided by S, solubility. Okay, S എന്ന് പറയുന്നത് solubility ആണ്. For example, limiting molar conductivity of AgCl can be represented as K into 1000 divided by solubility. Therefore, solubility is equal to K into 1000 divided by limiting molar conductivity of AgCl. നമുക്ക് solubility കിട്ടിയേ. അപ്പൊ solubility കിട്ടുമ്പോൾ നമുക്ക് solubility of AgCl കണ്ടുപിടിക്കാം. solubility of AgCl കണ്ടുപിടിക്കാനായിട്ട് ഈ കിട്ടിയ solubility into അതിന്റെ മോളാർ മാസ് ചെയ്താൽ മതി 143.5. അപ്പം solubility of AgCl കിട്ടി. Then we have to find out solubility product of AgCl, that is S moles of Ag and S moles of Cl. Therefore S square നമുക്ക് ഓൾറെഡി S കിട്ടി, അതുകൊണ്ട് S square കണ്ടുപിടിക്കാനും എളുപ്പമാണ്. Therefore determination of solubility and solubility products can be done. നമ്മുടെ ഈ ഒരു Kohlrausch's law അനുസരിച്ച് determination of solubility products is also possible. Moving on to the fourth application, that is determination of ionic product of water. Ionic product of water. Ionic product Kw is equal to concentration of H plus into concentration of OH minus, right? നമ്മുടെ വാട്ടർ എങ്ങനെയാ സ്പ്ലിറ്റ് ചെയ്യാം? H plus ഉം OH minus ഉം ആയിട്ട്. Therefore, ionic product of water can be given as concentration of H plus into concentration of OH minus. Okay. It is easily determined ആണ്. That is measured ionic conductance of H plus. Lambda 0m of H plus നമ്മൾ already മെഷർ ചെയ്തിട്ടുണ്ട്. അത് പറയുന്നത് 349.8 ആണ്. അതിന്റെ യൂണിറ്റ് ഞാൻ വിട്ടേക്കുവാണ്.
They measured ionic conductance of OH minus. Lambda 0 m of OH minus is 198.5. By Kohlrausch's law, limiting molar conductivity of H2O is equal to, ഇത് തമ്മിൽ ആഡ് ചെയ്യുന്നതായിരിക്കും നമ്മൾ Kohlrausch's law വെച്ച് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഈക്വൽ ടു 548.3. Okay. We know that limiting molar conductivity of H2O is equal to K into volume. അതായത് molar conductivity is equal to K into volume എന്ന് എഴുതാം. അതിൽ നിന്ന് volume is equal to limiting molar conductivity of H2O divided by K. K is the conductivity of water. Limiting molar conductivity നമുക്കറിയാം, conductivity നമുക്കറിയാം. Limiting molar conductivity എന്ന് പറയുന്നത് 548.3 ആണ്. And conductivity is directly measured as 5.54 into 10 raised to minus 8. Conductivity നമുക്ക് ഏതൊരു ഇലക്ട്രോലൈറ്റിന്റെയും conductivity നമുക്ക് directly experimentally measure ചെയ്യാൻ വേണ്ടി പറ്റും. Therefore 5.54 into 10 raised to minus 8. അപ്പൊ നമുക്ക് വോളിയം കിട്ടി. ഈ വോളിയം എന്ന് പറയുന്നത് 1 mole of H പ്ലസും 1 mole of OH മൈനസും ഉള്ളപ്പോഴുള്ള വോളിയം ആണ് ഈ ഒരു വോളിയം. ഇത്രയും വോളിയത്തില് 1 mole of H പ്ലസും 1 mole of OH മൈനസും കാണും. അപ്പൊ ഒരു ഇത്രയും സെന്റിമീറ്റർ ക്യൂബ് വോളിയത്തില് 1 mole of H plus and 1 mole of OH minus found. Okay. Then ഒരു സെന്റിമീറ്റർ ക്യൂബിലാവുമ്പോ എന്ത് വരും? ഇത്രയും 548.3 divided by 5.54 into 10 raised to minus 8 mole of H പ്ലസും OH മൈനസും കാണും. ഒരു ഇത്രയും വോളിയത്തില് 1 mole H പ്ലസും 1 mole OH മൈനസും കാണാമെങ്കിൽ 1 സെന്റിമീറ്റർ ക്യൂബ് വോളിയത്തില് ഇത്രയും നമ്പർ ഓഫ് H പ്ലസും ഇത്രയും നമ്പർ ഓഫ് OH മൈനസും കാണും. അപ്പോ 1 dm ക്യൂബ് ആണെങ്കിലോ this into 10 raised to 3 എന്ന് പറയാം. 10 raised to 3 ചെയ്യുമ്പോഴാണ് സെന്റിമീറ്റർ ക്യൂബിനെ dm ക്യൂബ് ആക്കി മാറ്റാൻ വേണ്ടി പറ്റുന്നത്. Therefore അത്രയും മോളിക്യൂൾസ്, അതിന്റെ ഒരു വാല്യൂ എന്ന് പറയുന്നത് 1.01 into 10 raised to minus 7. ഈ ഒരു ഫ്രാക്ഷൻ കിട്ടിയിട്ടുള്ള വാല്യൂ ആണ് 1.01 into 10 raised to minus 7. Therefore ionic product നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? Kw into concentration of H plus into concentration of OH minus അല്ലേ? Concentration of H plus എന്ന് പറയുന്നത് 1.01 into 10 raised to minus 7. Concentration of OH minus എന്ന് പറയുന്നത് സെയിം തന്നെ 1.01 into 10 raised to minus 7. Therefore the answer will be 1.02 into 10 raised to minus 14 mole square dm minus 6 ആയിരിക്കും. ഓക്കെ, നമ്മൾ അയണിക് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് V വോളിയത്തിലുള്ള നമ്പർ ഓഫ് മോൾസ് ഓഫ് H plus ആൻഡ് OH മൈനസ് കണ്ടുപിടിച്ചു. Then it is converted into dm cube and it is applied in this equation for the ionic product. These are the applications of Kohlrausch's law. Kohlrausch's law and applications of Kohlrausch's law are very important in electrochemistry.